അസ്സലാമു അലൈക്കും. തഫ്സീർ വായന ഭാഗം 42. ന്യായവാദങ്ങളും വിമർശനങ്ങളും. അതായത് സത്യനിഷേധികളുടെ വാദങ്ങൾ ഉദ്ധരിച്ച് ഖണ്ഡിക്കുക, അവരുടെ ന്യായവാദങ്ങൾക്ക് മറുപടി പറയുക, അവയുടെ നിരർത്ഥത സ്ഥാപിക്കുക മുതലായവ. ഖുർആൻ അവതരിക്കുമ്പോൾ അതിൻ്റെ എതിരാളികൾ പ്രധാനമായി 4 കൂട്ടരായിരുന്നു: ബഹുദൈവ വിശ്വാസികളും മുശ്രിക്കുകൾ, യഹൂദരും ക്രിസ്ത്യാനികളും, കപടന്മാരും, മുനാഫിക്കുകൾ. ഇവരെപ്പറ്റി കൂടുതൽ വിവരം താഴെ പിന്നീട് വരുന്നുണ്ട്. നിരീശ്വരവാദികളെക്കുറിച്ചും പ്രകൃതിവാദികളെക്കുറിച്ചും ഖുർആനിൽ പലതും പ്രസ്താവിച്ചിട്ടുണ്ട്. എങ്കിലും ഖുർആൻ അവതരിച്ച കാലത്ത് ഒരു പ്രത്യേക കക്ഷിയെന്ന നിലയ്ക്ക് അവർ നിലവിലുണ്ടായിരുന്നില്ല. ആകയാൽ അവരുമായുള്ള സംവാദങ്ങൾ ഖുർആനിൽ താരതമ്യേന കുറവായി കാണാം. ഈ വിജ്ഞാന വിഭാഗത്തെപ്പറ്റി പ്രധാനമായും പ്രതിപാദിക്കപ്പെടുന്ന ശാസ്ത്രമാണ് ഇസ്ലാമിക വിശ്വാസശാസ്ത്രം. അല്ലാഹുവിൻ്റെ ഉത്കൃഷ്ട ഗുണങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, അനുഗ്രഹങ്ങൾ ആദിയായവയെ സംബന്ധിച്ചുള്ള ഉത്ബോധനങ്ങൾ, സത്യവിശ്വാസികളായ സജ്ജനങ്ങളുടെ സൽഫലങ്ങളും അവിശ്വാസികളായ ദുർജനങ്ങളുടെ ദുഷ്ഫലങ്ങളും ഉദാഹരിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ വിവരണം, മരണം, മരണാനന്തര ജീവിതം, വിചാരണ, രക്ഷ, ശിക്ഷകൾ തുടങ്ങിയ പാരത്രിക കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണം. ഈ 3 തുറകളിലും വിരചിതമായ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. ഈ 5 തരം വിജ്ഞാനങ്ങളിൽ അവസാനത്തെ 4 ഇനങ്ങൾക്കാണ് ഖുർആൻ ഒന്നാമത്തേതിനേക്കാൾ പ്രാധാന്യം നൽകി കാണുക. കാരണം സത്യവിശ്വാസവും സന്മാർഗവും സ്വീകരിക്കുന്നതിനു മുമ്പായി കാർമ്മിക നിയമങ്ങൾ ഉപദേശിച്ചിട്ട് ഫലമില്ലല്ലോ. സത്യവിശ്വാസവും സന്മാർഗവും സ്വീകരിച്ചു കഴിഞ്ഞവർക്ക് അവരുടെ ചര്യയെ വ്യവസ്ഥപ്പെടുത്തുന്നതിനാവശ്യമായ നിയമങ്ങളെപ്പറ്റി അറിയേണ്ട ആവശ്യം നേരിടുകയും അവരത് അനുഷ്ഠാനത്തിൽ വരുത്തിക്കൊള്ളുകയും ചെയ്യും.